അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മഹാനായ അഹ്മദ് ബിൻ അതാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാഹ് തങ്ങളുടെ ഹിക്മത്തുൽ അതാഇയ്യ അടുത്തൊരു ഹിക്മത്ത് നിസ്കാരത്തെക്കുറിച്ചാണ്. അസ്സലാത്തു തുഹറത്തുൽ ലിൽ ഖുലൂബി മിൻ അദ്നാസിദ് ദുനൂബ് വസ്തിഫ്താഹുൻ ലിബാബിൽ ഗുയൂബ്. നിസ്കാരം ഹൃദയത്തിനുള്ള ശുദ്ധീകരണമാണ്. മിൻ അദ്നാസിദ് ദുനൂബി, പാപക്കറകളിൽ നിന്ന്, പാപത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതാണ് നിസ്കാരം. വസ്തിഫ്താഹുൻ ലിബാബിൽ ഗുയൂബ്, ഗൈബിയായിട്ടുള്ള പല കാര്യങ്ങളുടെയും, മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുടെയും വാതിലുമാണ്. അതിനുള്ള തുറക്കലാണ് നിസ്കാരം വഴി ലഭ്യമാകുന്നത്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. ആദ്യമായിട്ട് പറഞ്ഞത് തുഹറത്തുൽ ലിൽ ഖുലൂബി മിൻ അദ്നാസിദ് ദുനൂബ്, പാപക്കറകളിൽ നിന്നുള്ള മോചനമാണ് നിസ്കാരം വഴി ലഭിക്കുന്നത്. ഏതൊരു നന്മകളും മുമ്പുള്ള തിന്മകളെ മായ്ച്ചു കളയാൻ പ്രേരകമാകുന്നതാണ്. ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്ത്, നന്മ തിന്മയെ മായ്ച്ചു കളയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ നന്മകളിൽ വെച്ച് ഏറ്റവും വലിയ നന്മയാണ് നിസ്കാരം. ആ നിസ്കാരം ചെയ്ത തിന്മകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് മോചനം ലഭിക്കാൻ നിസ്കാരം കാരണമാകും. ശേഷം വരാൻ പോകുന്ന തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും നിസ്കാരം പ്രേരകമാകും. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഒരാൾ തിന്മ ചെയ്താൽ, ആ തിന്മ ചെയ്താൽ ഉടനെ മലക്ക് എഴുതില്ലെന്നാണ്, അത് രേഖപ്പെടുത്തില്ല. കാരണം അവൻ എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ചെയ്ത പാപത്തിൽ നിന്ന് ഇസ്തിഗ്ഫാർ, പൊറുക്കലിന് തേടുന്നുണ്ടോ എന്ന് മലക്ക് പ്രതീക്ഷിച്ചു നിൽക്കും. അതും ചെയ്തിട്ടില്ലെങ്കിലാണ്, ഒരു നന്മയോ മറ്റോ തുടർന്ന് വന്നിട്ടില്ലെങ്കിലാണ് തിന്മയായിട്ട് രേഖപ്പെടുത്തുക എന്ന്. അങ്ങനെ ചെയ്താലോ ആ തിന്മ മായ്ച്ചു കളയാൻ ഇത് ഹേതുകമാകും, കാരണമാകും. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തെ വിശേഷിപ്പിച്ച് അതിൻ്റെ ഉപമ പറയുന്നത് നമ്മൾ പലതവണ കേട്ടതായിരിക്കും. ഒരാൾ കമസലി നെഹ്റിൻ ജാരിൻ ഉംറിൻ അലാ ബാബി അഹദിക്കും, നിങ്ങളിൽ ഒരാളുടെ വീടിൻ്റെ അടുത്ത് കൂടി ഒരു പുഴ ഒഴുകുന്നുണ്ട്, അതിൽ നിന്ന് 5 തവണ ഓരോ ദിവസവും കുളിക്കുന്നു. ഒരാൾ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 5 തവണ വീട്ടിൽ ആ പുഴയിൽ നിന്ന് കുളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു മ്ലേച്ഛതകളും ബാക്കിയാകാത്ത പോലെ നിസ്കാരം 5 വക്ത് കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ പാപങ്ങളൊന്നും ശേഷിക്കില്ലെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നിസ്കാരം. അപ്പോൾ അതാണ് പറഞ്ഞത് തുഹറത്തുൻ ലിൽ ഖുലൂബ്, അത് നിസ്കാരം ശുദ്ധീകരിക്കുകയാണ് നമ്മുടെ ഹൃദയത്തെ. അപ്പോൾ ഈ നിസ്കാരത്തിൻ്റെ സമയത്ത് പാപങ്ങളിൽ നിന്നുള്ള മോചനം ആണ് നിസ്കാരം വഴി ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ 5 തവണ കുളിക്കുക എന്ന് പറഞ്ഞില്ലേ, അതുപോലെയാണ് 5 തവണയാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. സാധാരണ ഇതിൻ്റെ നിസ്കാരത്തിൻ്റെ ഹിക്മത്തുകളും അല്ലെങ്കിൽ സിറുകളൊക്കെ പറയുമ്പോൾ പറയും, നിസ്കാരം രാവിലെയും രാത്രിയുമായിട്ട് വീതിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യൻ്റെ കൃത്യമായിട്ടുള്ള ഇടവേളകൾ ബാക്കി വെച്ച്, ഉറങ്ങുന്ന വേള, ജോലിയുടെ വേള, ഈ 2 വേളകളും ബാക്കി വെച്ച് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിസ്കാരം ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. രാവിലെ 10 റക്അത്താണ്, രാത്രി വിത്രടക്കം 10 റക്അത്താണ്. വിത്തർ ഹനഫി മദ്ഹബ് അടക്കം വാജിബാണ്. വിത്തർ വാജിബ് എന്നാണല്ലോ അവർ പറയാറ് തന്നെ. അപ്പോൾ അങ്ങനെ 10ഉം 10ഉം രാവിലെ സുബ്ഹി, ളുഹർ, അസർ 10, മഗ്രിബ്, സുബ്ഹി, മഗ്രിബ്, ഇശാ, വിത്തർ, ഇങ്ങനെ വീതിക്കപ്പെട്ടിട്ടുള്ളത് കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കീഴ്പ്പെടുക എന്നുള്ളതിലാണ്. മാത്രവുമല്ല
പിഴവുകൾക്ക് അല്ലെങ്കിൽ പാപങ്ങളിൽ നിന്ന് മോചനമാണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരും. കാരണം നമ്മളൊക്കെ ഓരോ സമയങ്ങളും അറിഞ്ഞോ അറിയാതെയോ മാസിയത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നവരാണ്. പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാത്തവരാണ്. അപ്പോൾ അതിൽ നിന്ന് ശുദ്ധീകരിക്കണമെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമാകും. പിന്നെ ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്നുള്ളതൊക്കെ. ആ നിസ്കാരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്താപ്പോൾ ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, പക്ഷേ വീണ്ടും ഞാൻ പാപങ്ങളിലേക്ക് പോകുന്നുണ്ടല്ലോ എന്ന്. ആ നിസ്കാരത്തിൻ്റെ പൂർത്തീകരണം കൂടി അത്യാവശ്യമാണ്. അഖീമുസ് സ്വലാത്തിൽ ദിക്രി എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ്, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത്. ആ സ്മരണ എത്രത്തോളം നമ്മുടെ നിസ്കാരങ്ങളിൽ വരുന്നു എന്നത് നമ്മൾ ചിന്തിക്കുക, നമ്മൾ സ്വയം വിശകലനത്തിന് വിധേയമാക്കേണ്ടതാണ്. വേറെ ഒരു കാര്യങ്ങളിലും അല്ലെങ്കിൽ ഒരു സമയത്തും ലഭിക്കാത്ത ചിന്തകളായിരിക്കും പലപ്പോഴും നമ്മൾക്ക് നിസ്കാരത്തിൽ ലഭിക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്മരണയിൽ അള്ളാഹുവിൻ്റെ അളമത്ത് അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള നിസ്കാരമാകുമ്പോഴാണ് ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ ലഭിക്കുന്നത്. ഇഹ്കമിൻ്റെ മറ്റൊരു ഭാഗത്ത് പറഞ്ഞത് ഇസ്തിഫ്താഹുൽ ലിബാബിൽ ഗുയൂബ് എന്നാണ്. അത് ഗൈബിയായിട്ടുള്ള കുറേ ജ്ഞാനങ്ങൾ ലഭിക്കുന്നു എന്ന് തന്നെ വെക്കണമെന്നില്ല. മുസ്തഖ്ബൽ, നമ്മൾ അറിയാത്ത കാര്യങ്ങളിൽ, അറിയാത്ത കാലങ്ങളിൽ നന്മകളിലേക്കുള്ളൊരു വാതിൽ തുറന്നിടുകയാണ് നിസ്കാരം വഴി. നേരത്തെ പറഞ്ഞ പോലെ ഭാവി ജീവിതത്തിൽ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും നന്മകളിലേക്ക് മാത്രം അടുക്കാനും ഉള്ള ഒരു കാരണമായി ഈ നിസ്കാരം വർത്തിക്കുന്നു. അപ്പോൾ നിസ്കാരം 5 വക്ത് കൃത്യമായിട്ട് നിർവഹിക്കുകയാണെങ്കിൽ, പലതവണ എല്ലായിടത്തും ഇസ്ലാം ആദ്യ കാര്യമായിട്ട് മുന്നോട്ട് വെച്ചത് നിസ്കാരത്തെയായിരുന്നു. റസൂല് ഓരോരുത്തരെ ഓരോ ദാവത്തിന് വിടുമ്പോഴെല്ലാം ആദ്യമായിട്ട് അവരോട് കൽപ്പിക്കേണ്ടത്, ഈമാനിന് ശേഷം ആദ്യമായി കൽപ്പിക്കേണ്ടത് നിസ്കാരം. ആ നിസ്കാരം തുടർത്തി കൊണ്ടുപോവുക, ശേഷം അടുത്ത കാര്യം. അപ്പോൾ ഏറ്റവും അടിസ്ഥാനമാണ്. സാധാരണ പറയാറുള്ളതാണല്ലോ, ഏത് സമയത്തും നിസ്കാരം ഒഴിവാക്കുന്നൊരു മനുഷ്യൻ, ഒരു ഓപ്ഷൻ ഒരു മനുഷ്യന് വരുന്നേയില്ല. നിസ്കാരം ഒഴിവാക്കുന്ന ഒരു ഓപ്ഷൻ ഒരു മനുഷ്യന് വരുന്നേയില്ല. അവൻ്റെ ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം ഏതെങ്കിലും രൂപത്തിൽ അവൻ നിസ്കരിക്കൽ അത്യാവശ്യമാണ്. അത് ചിലപ്പോൾ ഇളവുകൾ വന്നേക്കാം, അല്ലാതെ ഒഴിവാക്കുന്നൊരു രൂപം ഇസ്ലാം കൊണ്ടുവന്നിട്ടേയില്ല. അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടത് കൊണ്ടാണ്. കാരണം റബ്ബിനെ ചിന്തിക്കാതെ ഒരു അടിമയായി ജീവിക്കുന്നത് എന്തിന്? റബ്ബിനോട് ഒരു സംസാരിക്കാൻ, മുനാജാത്ത് നടത്താൻ സമയം കണ്ടെത്താതെ അവൻ ജീവിക്കുന്നതിന് എന്തർത്ഥം? അപ്പോൾ നിസ്കാരം അത്യാവശ്യമാണ് ഏതൊരു ഘട്ടങ്ങളിലും എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ഹിക്മത്ത്, നിസ്കാരത്തിനോട് ബന്ധിച്ച നമ്മുടെ മറ്റൊരു ഹിക്മത്താണ് അസ്വലാത്തു മഹല്ലുൽ മുനാജാത്ത് വ മഅദിനുൽ മുസാഫാത്ത് തത്തസിഉ ഫീഹാ മയാദീനുൽ അസ്റാർ വതുശ്രിഖു ഫീഹാ ശവാരിഖുൽ അൻവാർ അലിമ വുജൂദല്ലാഹി മിൻക ഫഖല്ലല അഅദാദഹ വഅലിമ ഇഹ്തിയാജക ഇലാ ഫദ്ലിഹി ഫകസ്സറ ഇംദാദഹ. നിസ്കാരം എന്നുള്ളത് മഹല്ലുൽ മുനാജാത്ത്, അള്ളാഹുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയുടെ, അഭിമുഖ സംഭാഷണത്തിൻ്റെ ഇടമാണ് നിസ്കാരം എന്നുള്ളത്. മഅദിനുൽ മുസാഫാത്ത്, അത് മുസാഫാത്ത് പറഞ്ഞ ക്ലിയറൻസ്, കുറേ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നൊരിടമാണ് നിസ്കാരം എന്നുള്ളത്. അവിടെ മയാദീനുൽ അസ്റാർ, അള്ളാഹുവിൻ്റെ സിറുകൾ അതൊക്കെ വിശാലമാകും, അല്ലെങ്കിൽ അതിലൊക്കെ പ്രവേശിക്കാൻ സാധിക്കും. ഒത്തുശ്രീഖു ഫിഹാ ശവാരിഖുൽ അൻവാർ, അള്ളാഹുവിൻ്റെ നൂറുകൾ അത് പ്രകാശിക്കുന്ന ഇടമാണ് നിസ്കാരം. അപ്പോൾ ഒന്ന് മഹല്ലുൽ മുനാജാത്തിൻ്റെ ഇടം. എല്ലാ സമയത്തും അള്ളാഹുമായിട്ട് നമ്മൾക്ക് ഖിതാബ്, അള്ളാഹുവിനോട് ചോദിക്കാം ഒക്കെ ചെയ്യാം. പക്ഷെ മുനാജാത്ത്, അള്ളാഹു നമ്മോടും നമ്മൾ അള്ളാഹുവിനോടും നേരിട്ട് മുനാജാത്ത് നടത്തുന്നത് ഈ നിസ്കാരത്തിലാണ്. അസ്വലാത്തു മിഅറാജുൽ മുഅ്മിൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ നിസ്കാരത്തെക്കുറിച്ച്. യഥാർത്ഥത്തിൽ ആലോചിക്കുകയാണെങ്കിൽ അള്ളാഹു ഒരു സമ്മാനമായിട്ട് മിഅറാജിൻ്റെ ദിവസം റസൂലിന് കൊടുത്തതാണ്. അപ്പോൾ ഒരു സമ്മാനത്തെ സന്തോഷത്തോടെ വരവേൽക്കാൻ ഒരു മനുഷ്യന് സാധിക്കണം. ഒരു റബ്ബ് തന്ന
അതുകൊണ്ടാണ് അങ്ങനെ ആനന്ദത്തോടെ നിസ്കരിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നത്. നിസ്കാരം എന്ന് പറഞ്ഞാൽ ആനന്ദിച്ചിരുന്ന സന്തോഷിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നത്. അവരാ ആനന്ദം കണ്ടെത്തിയത് കൊണ്ടാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അരിഹ്ന ബിഹാദായ ബിലാലിന് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് അല്ലേ, ബാങ്ക് കൊടുത്തിട്ട് പെട്ടെന്ന് നിസ്കരിക്കാൻ നിൽക്കുമായിരുന്നു മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ദുഃഖമുണ്ടാവുമ്പോൾ നിസ്കരിക്കുക, അതിലാണ് ആനന്ദം കണ്ടെത്തിയിരുന്നത്, റബ്ബിനോടുള്ള മുനാജാത്തിൽ. അള്ളാഹുവിൻ്റെ ഹദീസുണ്ട്, അസംതുസ്സലാത്ത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ അടിമയും തമ്മിലുള്ളൊരു മുനാജാത്ത് അത് കൃത്യമായിട്ട് നടക്കുന്നു എന്ന് ഹദീസിലൂടെ ഖുദ്സിയായ ഹദീസിൽ പറയുന്നുണ്ട്. ഫൈദാ ഖാല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഖാല അല്ലാഹ് ഹമിദനി അബ്ദി. അർറഹ്മാനുർ റഹീം എന്ന് പറഞ്ഞാൽ അസ്നാ അലയ്യ അബ്ദി. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ മജ്ജദനി അബ്ദി. ഫവ്വള ഇലയ്യ അബ്ദി ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ ഫഹാദിഹിൽ ആയ ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ ഫലി അബ്ദി മാ സഅൽ. അപ്പോൾ അങ്ങനെ അള്ളാഹുവിനെ അങ്ങനെ സ്തുതിച്ച് വന്ന് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, ഇബാദത്ത് അള്ളാഹുവിനോട്, ഇസ്തിയാനത്ത് അള്ളാഹുവിനോട്. അള്ളാഹു പറയുന്നു വലിയ അബ്ദി മാ സഅൽ, എൻ്റെ അടിമക്ക് അവൻ ചോദിച്ചതുണ്ട്. ഫൈദാ ഖാല ഇഹ്ദിന സ്വിറാത്തൽ മുസ്തഖീം എന്നുള്ള ആയത്തും കൂടി പൂർത്തീകരിച്ചാൽ ഫഹാഉലാഇ ലിഅബ്ദി വലിയ അബ്ദി മാ സഅൽ, അവൻ ചോദിച്ചതെല്ലാം അവനുണ്ട് എന്ന് അള്ളാഹു മറുപടി നൽകുന്ന ഒരു രംഗം സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട പല കിതാബുകളിലും ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള മുനാജാത്താണ്, അള്ളാഹുവുമായിട്ടുള്ള ഒരു ഇടപാടാണ് നിസ്കാരത്തിൽ നിർവഹിക്കപ്പെടുന്നത്. അതിൻ്റെ ശ്രേഷ്ഠതകളും മറ്റൊക്കെ നമ്മൾ പലതവണ അറിയുന്നതാണ്. നിസ്കാരത്തിൻ്റെ ഒരു നിസ്കാരം ഒരു മനുഷ്യൻ ഒരാൾക്ക് മുമ്പിൽ കീയൊതുങ്ങുന്നതിൻ്റെ എല്ലാ രൂപവും സമ്മേളിച്ച ഒരു ഇബാദത്താണ് നിസ്കാരം. റുക്കുവ്, മുട്ടുകുത്തിയിരിക്കുക, സുജൂദ്, നെറ്റി നിലത്ത് വെക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ബഹുമാനത്തിൻ്റെ ആദരവിൻ്റെ എല്ലാ രൂപങ്ങളും അടങ്ങിയൊരു കാര്യമാണ് നിസ്കാരം. മറ്റൊന്ന് പറഞ്ഞത് മഹല്ലുൽ മുസാഫാത്താണ്. മുസാഫാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ആ ഒരു ക്ലിയർ ചെയ്യുന്ന ഇടമാണ് നിസ്കാരം എന്നുള്ളത്. ആ നിസ്കാരത്തോടെ യഥാർത്ഥത്തിൽ ഹുദൂറുൽ ഖൽബോടെ നിസ്കരിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ മുമ്പിൽ കീയൊതുങ്ങിക്കൊണ്ട് നിസ്കരിക്കുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല വേറെ ഹദീസിൽ പറഞ്ഞ പോലെ മാ അന ബി റബ്ബിൻ ജാഫിൻ, ഞാൻ ജഫ്വത്തുള്ള പിണങ്ങുന്ന ആ രൂപത്തിലുള്ള റബ്ബല്ല ഞാൻ, അവൻ ചോദിച്ചത് നൽകും എന്ന ഒരു രൂപത്തിൽ അള്ളാഹു അവനെ സ്വീകരിക്കുന്നു. മറ്റൊന്ന് പറഞ്ഞത് മയാദീനുൽ അസ്റാറിലേക്ക് പ്രവേശിക്കും, ഇഷ്റാഖുൽ അൻവാർ ഉണ്ടാവും എന്നുള്ളതാണ്. മനുഷ്യൻ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ എല്ലാ ദുന്യവിയായ ചിന്ത, അതുവരെ അവന് ദുന്യാവിൻ്റെ വെപ്രാളത്തിൽ ഓടിക്കളിക്കുകയായിരുന്നു. അതിൽ നിന്ന് മാറി നിന്ന് പൂർണ്ണമായിട്ടും ധ്യാനനിരതനായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ കൊടുത്ത് നമ്മൾ ഇബാദത്തിലേക്ക് മുന്നിടുകയാണ്. അപ്പോൾ ആ ഖൽബ് പൂർണ്ണമായും അള്ളാഹുവിൽ മാത്രം. അപ്പോൾ ഒരു മനുഷ്യന് ഏകാന്തത ലഭിക്കുന്നു, അതിൽ ശാന്തി ലഭിക്കുന്നു, സമാധാനം ലഭിക്കുന്നു. ആ സമയത്ത് അള്ളാഹുവിൻ്റെ അളമത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ഫളിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യന് സംസ്കരണമുണ്ടാകുന്നു. അതുവഴി അള്ളാഹുവിൻ്റെ നൂർ അവൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നു. ബാക്കി ജീവിതങ്ങളും മറ്റൊക്കെ സംശുദ്ധമാകാനുള്ള നൂർ, അള്ളാഹുവിൻ്റെ അളമത്തിനെ കൃത്യമായിട്ട് തോന്നിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവൻ്റെ ഹൃദയം മാറുന്നു. ഇതാണ് ഒരു നിസ്കാരത്തിലുണ്ടാകുന്നത്. നമ്മൾ വേറെ എന്തെങ്കിലും ധ്യാനങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും. യഥാർത്ഥത്തിലൊരു നിസ്കാരം കൃത്യമായിട്ട് ഹൃദയ സാന്നിധ്യത്തോടെ ഒരാൾ നടത്തുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ അവൻ്റെ മാനസികവും ശാരീരികവും ആത്മീകവുമായിട്ടുള്ള വളർച്ചയ്ക്കുള്ള ഹേതു ആ നിസ്കാരമായിട്ട് വരും. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹിക്മത്തിൽ പറയുന്നുണ്ട്, അലിമ വുജൂദല്ലാഹി മിൻക ഫഖല്ലല അദാദഹ, അല്ലേ, ഖുലിഖൽ ഇൻസാനു ദഈഫ, ളുഅഫുണ്ട്, മനുഷ്യൻ ദഈഫായിട്ടാണ് പടക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ളുഅഫുണ്ട്, അത് കാരണത്താലാണ് അള്ളാഹു എന്താക്കിയത്, എണ്ണം കുറച്ചത്.
എന്നാലോ അള്ളാഹുവിൻ്റെ ഫضലിലേക്ക് അവന് എപ്പോഴും ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ കൂലി ആവശ്യമുണ്ട്. അതിനാൽ അള്ളാഹുവിൻ്റെ ഇംദാദ് സഹായം അധികരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എണ്ണം കുറവാണ്, പക്ഷേ വണ്ണത്തിൽ വലുത് തന്നെയാണ്. 50 റക്കാത്തായിരുന്നു എണ്ണം, അല്ലേ? 50 റക്കാത്തായിരുന്നു റസൂൽ നൽകപ്പെട്ടത്, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിൽ എണ്ണം കുറഞ്ഞ പിന്നെ അള്ളാഹുവിന് നേരത്തെ തന്നെ 5 ആക്കിയാൽ മതിയായിരുന്നില്ലേ, കാരണം ദ്വൈഫല്ലേ അന്നും. അത് അള്ളാഹുവിൻ്റെ ആ റഹ്മത്തിനെ ഫضലിനെ അറിയിക്കാൻ കൂടിയായിരിക്കും. എന്ന് പറഞ്ഞാൽ 50 നൽകപ്പെട്ടു, ആ 50 5ലേക്ക് ചുരുക്കുമ്പോൾ ചുരുക്കിയെന്ന് മാത്രമല്ല 50ൻ്റെ ഫضൽ 5ന് നൽകുകയും ചെയ്തു. അതാണ് ഇംദാദ് അധികരിപ്പിച്ചു എന്ന് പറഞ്ഞത്. ആ മുനാജാത്തിൻ്റെ സമയത്ത് കാണാം, യാ മുഹമ്മദ് ഇന്നഹുന്ന ഖംസു സ്വലവാത്തിൻ കുല്ല യൗമിൻ, അവസാനം കുറച്ച് 5 ആക്കിയിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ഇത് 5 നിസ്കാരമാണ്. കുല്ല യൗമിൻ വലൈല ലികുല്ലി സ്വലാത്തിൻ ആശറുൻ ഫദാലിക ഖംസൂന സ്വലാ. ഓക്കെ, അപ്പോൾ ഇത് ഓരോ നിസ്കാരത്തിനും 5 വീതം, 10 വീതം, അങ്ങനെ 50 നിസ്കാരം നിർവഹിച്ച പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓഫർ നൽകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് വെളിവാകുന്ന ഒരു രംഗമാണിത്. മാത്രമല്ല വമൻ ഹമ്മ ബി ഹസനത്തിൻ ഫലം യാമൽഹാ കുതിബത് ലഹു ഹസന, ആ ഹദീസിൻ്റെ ബാക്കിയായിട്ട് കാണാം, നന്മ ഉദ്ദേശിച്ചു നന്മ ചെയ്തില്ലെങ്കിൽ അത് നന്മയായിട്ട് എഴുതപ്പെടും, ചെയ്താലോ 10 നന്മയായിട്ട് എഴുതപ്പെടും. തിന്മ ചിന്തിച്ച് അത് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും എഴുതപ്പെടില്ല, ആ തിന്മ എഴുതപ്പെടുകയില്ല. അത് ഉപേക്ഷിച്ചാൽ അത് ചെയ്താലോ ഒരു തിന്മയായിട്ട് എഴുതപ്പെടും. എനിക്ക് റഹ്മത്ത്, വിവിധമായിട്ടുള്ള റഹ്മത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ ഹദീസിലൊക്കെ കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിസ്കാരം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അനുഗ്രഹമാണ്. യഥാർത്ഥത്തിൽ മുക്കല്ലഫ് അല്ലെങ്കിൽ തക്ലീഫ് ഒരു നിർബന്ധ കാര്യമാണ് എന്നുണ്ടെങ്കിലും ഒഫിൽ ഹഖീഖ ഇസ്തിലാഫത്തും വതശ്രീഫ്, അത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഒരു ഇസ്തിലാഫത്താണ്, ഒരു ആതിഥേയത്വമാണ്, ഒരു സൽക്കാരമാണ് ഈ നിസ്കാരം എന്നുള്ളത്. അതിൻ്റെ ഹുദൂറുൽ ഖൽബോടെ അള്ളാഹുവിനെ ചിന്തിച്ച് യഥാർത്ഥ രൂപത്തിൽ അത് നിർവഹിക്കുകയാണെങ്കിൽ ഇസ്തിലാഫത്താണ്, തശ്രീഫാണ്, അള്ളാഹു നമ്മെ ആദരിക്കുന്നതിൻ്റെ അടയാളമാണ് ഈ നിസ്കാരം എന്നുള്ളത് എന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഹിക്മത്ത്. ഓക്കെ, വഫഖനല്ലാഹ്. ശുക്രൻ, ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.